ബിഗ് ബോസിന്റെ ഹോട്ടൽ ടാസ്കിനെ പറ്റി ഒരു പിണ്ണാക്കും അറിയാത്ത കുറെ കണ്ടസ്റ്റൻസ് ആണ് ഇപ്പൊ ടാസ്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ലൈവില് അടിയും തൊഴിയും ഒച്ചപ്പാടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സാബുമോൻ അവിടെ നിൽക്കുമ്പോൾ പോലും മറ്റുള്ള കണ്ടസ്റ്റൻസ് അവരുടേതായിട്ടുള്ള അടിയിലും പിടിയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പവർ ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല പവർ ടീം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ നോറ തന്റെ അമിതമായിട്ടുള്ള പവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് പവർ ടീമിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പണി എന്ന് പറയുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അവരെല്ലാവരെയും അച്ചടക്കത്തോടു കൂടി ഈ പറയുന്ന അതിഥിയുടെ മുന്നിൽ മര്യാദക്ക് കൊണ്ടുപോവുക. അതാണ് നമ്മുടെ പവർ ടീമിന് കൊടുത്തിരിക്കുന്ന പണി. നമ്മുടെ സാബുമോനാണെങ്കിൽ കുറച്ച് കളിയും ചിരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്റർടൈനിങ് ടീമിനെ വെച്ചുകൊണ്ട് പ്രാങ്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു പവർ ടീം അമിതമായിട്ട് സാബുമോന്റെ അടുത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല. കാരണം പവർ ടീമിനോട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുക എന്നുള്ളതാണ് പവർ ടീമിന്റെ അവിടെ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് ഫുൾ ടൈം ഫ്രീയാ. ഈ സമയത്ത് സാബുമോനെ ചെന്ന് അത് പറയാ ഇത് പറയാ, പുള്ളിക്കാരനോട് പല കാര്യങ്ങളും ചോദിക്കുക, കുറെ കാര്യങ്ങളൊക്കെ സാബുമോൻ പറഞ്ഞു കൊടുത്തു. പവർ ടീം എങ്ങനെയാണ് പവർ ബിഗ് ബോസ് ഹൗസിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പവറുകൾ എങ്ങനെയാണ് ബിഗ് ബോസിൽ നിന്ന് അറിഞ്ഞെടുക്കുക. കുറെ പവറുകൾ ഈ പറയുന്ന പവർ ടീമിനുണ്ട്. ഇപ്പൊ നമ്മുടെ സിബിൻ അന്ന് ഈ പറയുന്ന നമ്മുടെ ഗബ്രിയുടെ റൂം ലോക്ക് ചെയ്യിച്ചില്ലേ, അതൊരു പവറാണെന്ന് അവർക്ക് മനസ്സിലായില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള പവറുകൾ ബിഗ് ബോസിൽ നിന്ന് ചോദിച്ചു വാങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ സാബു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ സാബുമോനെ മാത്രം ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ് ഈ പവർ ടീമിൽ പെട്ട എല്ലാവരും. അപ്പൊ അത് വേണ്ടാന്നുള്ള കാര്യം ബിഗ് ബോസ് പറഞ്ഞു. സാബുമോൻ തന്നെ അത് നേരിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പരാതി രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോ ടാസ്ക് പരമായിട്ട് സാബുമോൻ ഒരു പ്രാങ്ക് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എന്റർടൈനിങ് ടീമുമായിട്ട് നോറ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും വിളിയും നടത്തുന്നു. പോയിന്റ് കൊടുക്കുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിനെയൊക്കെ ഒരു പരാതി രൂപത്തിൽ ബിഗ് ബോസിന്റെ അടുത്ത് സാബു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു അടി തന്നെ നടക്കാനിരിപ്പുണ്ട്. നാളെ മുതൽ അടുത്ത ഗസ്റ്റുകൾ വരുമെന്ന് കേൾക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. പവർ ടീമിന്റെ ഈ കാര്യങ്ങളല്ല, നമ്മൾ ആകെ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന ഹോട്ടൽ ടാസ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുറെ എണ്ണങ്ങൾ സീസൺ 5 ഇവരാരും കണ്ടിട്ടില്ല എന്നാ തോന്നുന്നത്. എത്ര മാന്യമായിട്ടാണ് അവർ ആ ഒരു ഹോട്ടൽ ടാസ്ക് കളിച്ചത്. ഇതിന്റെ ഇടയിൽ ഒച്ചപ്പാടും പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെയൊന്നുമല്ല. ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോ. എന്താ വെച്ചാൽ അവരുടെ തന്നിഷ്ടത്തിനുള്ള കുറെ പരിപാടികൾ അവിടെ കാണിച്ചു കൂട്ടുന്നു. ടാസ്കിനെ പറ്റി ഒരു പിണ്ണാക്കും അറിയാൻ പാടില്ല. ടാസ്ക് അല്ല അവരവിടെ കളിക്കുന്നത്. സാബുമോൻ അതിൻ്റെ ഇടയിൽ ഒന്ന് പെട്ടുപോയതുപോലെ. പിന്നെ സാബു ആയതുകൊണ്ട് അവിടെ ടേക്ക് ഓവർ ചെയ്ത് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഇവർ ഈ ഒരു ടാസ്ക് ഒരാഴ്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവരിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്